ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 27 ജൂലൈ 2024 PSC നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആദ്യം നടന്നത് ചാന്നാർ ലഹള, അത് കഴിഞ്ഞിട്ട് മലബാർ കലാപം, അത് കഴിഞ്ഞിട്ട് വൈക്കം സത്യാഗ്രഹം, അവസാനം ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ കാലഗണനാക്രമം ആദ്യം വരുന്നത് ചാന്നാർ ലഹളയാണ്, രണ്ടാമത് മലബാർ കലാപം, അത് കഴിഞ്ഞിട്ട് വൈക്കം സത്യാഗ്രഹം, അവസാനം ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3, 4. അപ്പോൾ 1, 3, 4 ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 1947 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അപ്പോൾ പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോ ആയി ബന്ധമില്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 4. അപ്പോൾ പ്രസ്താവനകൾ 2, 4 നാറ്റോയുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ നാറ്റോയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1949 നാറ്റോ സ്ഥാപിതമായത്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അപ്പോൾ 1949 നാറ്റോ സ്ഥാപിച്ചത്. നാറ്റോയിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 3 മാത്രം. അപ്പോൾ മൂന്നാമത്തെ ജോഡി തെറ്റാണ്. ശരിയായ ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് VI ലെനിൻ, ലോങ് മാർച്ച് മാവോ സേതു. അപ്പോൾ റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബുമായി ബന്ധപ്പെട്ടതാണ്. ഏപ്രിൽ തീസിസ് VI ലെനിൻ, ലോങ് മാർച്ച് മാവോ സേതു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത് കാർ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടത്. 1988 ജനുവരി 20 അന്തരിച്ചത്. 1987 ഖാൻ അബ്ദുൾ ഖാഫർ ഖാന് ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത് കാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. ഏതൊക്കെയാണെന്ന് നോക്കാം. പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് 1953 ഫസൽ അലി, HN ഖുസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് 1953 ഫസൽ അലി, HN ഖുസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3. അപ്പോൾ 1, 3 തെറ്റായ പ്രസ്താവനകൾ. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. നൈട്രസ് ഓക്സൈഡ് N2O ഒരു ഹരിതഗൃഹ വാതകമാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അപ്പോൾ നൈട്രസ് ഓക്സൈഡ് N2O എന്നത് ഒരു ഹരിതഗൃഹ വാതകമാണ്. അപ്പോൾ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അളകനന്ദയും ഭഗീരഥിയും ദേവപ്രയാഗിൽ വെച്ചാണ് കൂടിച്ചേരുന്നത്. അപ്പോൾ ദേവപ്രയാഗിൽ വെച്ചാണ് അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ കൂടിച്ചേരുന്നത്. അടുത്ത ചോദ്യം,
താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഗുൽഹാസ് പ്രവാഹം. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് അഗുൽഹാസ് പ്രവാഹം. അപ്പോൾ അഗുൽഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു സമുദ്രജല പ്രവാഹമാണ്. 9ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ്. അപ്പോൾ പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അടുത്ത ചോദ്യം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹരിക്കെയിൻ. അപ്പോൾ ഹരിക്കെയിൻ എന്ന പേരിലാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹറിക്കെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് NW3. അപ്പോൾ NW3 എന്ന പേരിലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത. അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ള ദേശീയ ജലപാതയാണ് NW3. അടുത്ത ചോദ്യം നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ചത്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 1, 2, 3 എന്നിവ ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. അപ്പോൾ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അപ്പോൾ ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇത് 3ഉം. 4ാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അടുത്ത ചോദ്യം. ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1B, 2A, 3C, 4D. അപ്പോൾ 1ാം സ്ഥാനത്ത് നെല്ല്, 2ാം സ്ഥാനത്ത് ഗോതമ്പ്, 3ാം സ്ഥാനത്ത് ചോളം, 4ാം സ്ഥാനത്ത് പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ ഇവിടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമമാണ് 1ാമത് വരുന്നത് നെല്ല്, 2ാമത് ഗോതമ്പ്, 3ാമത് ചോളം, 4ാമത് പയറുവർഗ്ഗങ്ങൾ. അടുത്ത ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ 1, 2 ശരിയാണ്. 1ാമത്തെ പ്രസ്താവന. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റീപ്പോ റേറ്റ്. അപ്പോൾ റീപ്പോ റേറ്റ് എന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ്. 2ാമത്തെ പ്രസ്താവന. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റീപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റീപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന പണനയ ഉപാധിയാണ് റീപ്പോ റേറ്റ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റീപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവിടെ ശരിയായ ക്രമം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 4, 1, 3. ഇതിലാദ്യം വന്നത് ആസൂത്രണ കമ്മീഷൻ രൂപീകരണമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭൂപരിഷ്കരണം.
അത് കഴിഞ്ഞിട്ട് ബാങ്ക് ദേശസാൽക്കരണം, അത് കഴിഞ്ഞ് അവസാനം 500,000 നോട്ടുകളുടെ നിരോധനം. അപ്പോൾ ആദ്യം ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, അത് കഴിഞ്ഞ് ഭൂപരിഷ്കരണം, അത് കഴിഞ്ഞ് ദേശീയ ബാങ്ക് ദേശസാൽക്കരണം, അത് കഴിഞ്ഞ് 500,000 നോട്ടുകളുടെ നിരോധനം. അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. അപ്പോൾ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പാക്കി. തന്നിരിക്കുന്ന 2 പ്രസ്താവനകൾ ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. അപ്പോൾ പ്രസ്താവന ഒന്നുകൂടി നോക്കാം. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1B, 2C, 3D, 4A. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് ബി, അടൽ ഇന്നൊവേഷൻ മിഷൻ, സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെഥനോൾ സമ്പദ്ഘടന. സി ആണ്. എണ്ണ ഇറക്കുമതി ബിൽ ചെലവ് കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ അടൽ ഇന്നോവേഷൻ, സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. അപ്പോൾ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുകയാണ് അടൽ ഇന്നോവേഷൻ മിഷൻ. അടുത്ത് മെഥനോൾ സമ്പദ്ഘടന, എണ്ണ ഇറക്കുമതി അല്ലെങ്കിൽ ബിൽ ചെലവ് കുറയ്ക്കുക. അതാണ് മെഥനോൾ സമ്പദ്ഘടന. അപ്പോൾ മെഥനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബിൽ ചെലവ് കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് സഹകരണ ഫെഡറലിസം. ശൂന്യ ക്യാമ്പയിൻ, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക എന്നതാണ് ശൂന്യ ക്യാമ്പയിൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 2, 3 ശരിയാണ്. പ്രസ്താവന 1, 4 ശരിയല്ല. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ 1ഉം 4ഉം ശരിയല്ല, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. അപ്പോൾ 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്നിവയായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരി. ഒന്നാമത്തെ പ്രശ്നം, ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അടുത്ത ചോദ്യം, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. അപ്പോൾ സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 20 നിന്നും 18 കുറച്ചത് 1989 61ാം ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും
18 കുറച്ചു. അടുത്ത ചോദ്യം നോക്കാം. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം ശരി. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ്: സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അപ്പോൾ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അപ്പോൾ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ് 1ഉം 2ഉം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1, 2, 4 ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളായി വരുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ്. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവനകളാണ് 1ഉം 2ഉം 4ഉം. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1 ശരി. അപ്പോൾ മാൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി മാൻസുഖ് മാണ്ഡവ്യയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. 15ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ്: 15ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ആയിരുന്ന അബ്ദൽ ഫത്താഹ് അൽ സിസി ഏതു രാജ്യത്തെ പ്രസിഡന്റാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1 ശരി. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്. അപ്പോൾ 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദൽ ഫത്താഹ് അൽ സിസി അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അപ്പോൾ അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിൻ്റെ പ്രസിഡന്റായ അബ്ദൽ ഫത്താഹ് അൽ സിസി ആയിരുന്നു 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി. അടുത്ത ചോദ്യം. സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1 ശരി. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം. അപ്പോൾ സ്നേഹസാന്ത്വനം എന്നത് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ്. അടുത്ത ചോദ്യം. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 2, 3 ശരി. അപ്പോൾ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയെന്ന് നോക്കാം. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. 3. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. അപ്പോൾ 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. 3. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. അടുത്ത ചോദ്യം നോക്കാം.
വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾക്കുള്ള സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാനം പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യ നിധി. അപ്പോൾ പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യ നിധി. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യ നിധി. അപ്പോൾ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യ നിധി. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യ നിധി. അടുത്ത ചോദ്യം നോക്കാം. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് വിദ്യാജ്യോതി പദ്ധതി. അപ്പോൾ വിദ്യാജ്യോതി പദ്ധതി കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ്. കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്നതാണ് വിദ്യാജ്യോതി പദ്ധതി. ഭിന്നശേഷിയിലുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് വിദ്യാജ്യോതി പദ്ധതി. അടുത്ത ചോദ്യം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 ശരി. ശ്രീ എം ഷാജറാണ് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ എം ഷാജറാണ്. അപ്പോൾ ശ്രീ എം ഷാജറാണ് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ചോദ്യം. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നതാണ് പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ഉത്തരം. പക്ഷേ ഇപ്പോൾ കേരള ഹൈക്കോടതിക്ക് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണുള്ളത്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ് വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. 3 മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകും. അപ്പോൾ വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ടെൻഡൻ. അപ്പോൾ ടെൻഡൻ ആണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ടെൻഡൻ ആണ്. അടുത്ത ചോദ്യം. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കമ്മ്യൂണിറ്റി റിസർവുകൾ. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവുകളാണ് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അടുത്ത ചോദ്യം നോക്കാം. ദ്രാവകാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രക്തം. അപ്പോൾ രക്തമാണ് ദ്രാവകാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണം. ദ്രാവകാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണം രക്തമാണ്. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കരൾ. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം കരളാണ്. അടുത്ത ചോദ്യം. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അക്രോമെഗാലി.
മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗാലി. അപ്പോൾ അക്രോമെഗാലി എന്നത് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ്. അടുത്ത ചോദ്യം, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മിഠായി. അപ്പോൾ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ആണ് സൗദി അറേബ്യ. അപ്പോൾ 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. അടുത്ത ചോദ്യം, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ് 2 ജൂൾ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 2 ജൂളാണ്. അടുത്ത ചോദ്യം, നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അപവർത്തനം. അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ്. അടുത്ത ചോദ്യം, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില? ഉത്തരം ഓപ്ഷൻ എ ആണ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് 23. അപ്പോൾ ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് 23. അടുത്ത ചോദ്യം, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി ആണ് ആദിത്യ L1. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ L1. അടുത്ത ചോദ്യം, രാജദ്രാവകം അക്വാ റീജിയ എന്നാൽ? ഉത്തരം ഓപ്ഷൻ എ ആണ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3. അപ്പോൾ രാജദ്രാവകം അല്ലെങ്കിൽ അക്വാ റീജിയ എന്നത് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിലുള്ളതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് സാഞ്ചി. അപ്പോൾ ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം സാഞ്ചിയാണ്. അപ്പോൾ സാഞ്ചിയാണ് ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം. അടുത്ത ചോദ്യം നോക്കാം, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സോഡിയം അമാൽഗം. അപ്പോൾ സോഡിയം അമാൽഗമാണ് താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ യഥാർത്ഥ ലായനി സോഡിയം അമാൽഗമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സിങ്ക് സൾഫൈഡ്. സിങ്ക് ബ്ലെൻഡ് എന്നത് സിങ്ക് സൾഫൈഡാണ്. അപ്പോൾ സിങ്ക് സൾഫൈഡാണ് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ക്വാണ്ടം ഡോട്ട്സ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ക്വാണ്ടം ഡോട്ട്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ട്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ചോദ്യം, അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി. അടുത്ത ചോദ്യം, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ് സർക്കസ്. അപ്പോൾ സർക്കസിൽ പ്രശസ്തി നേടിയതാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. അപ്പോൾ കീലേരി കുഞ്ഞിക്കണ്ണൻ പ്രശസ്തി നേടിയത് സർക്കസിലാണ്. അടുത്ത ചോദ്യം, തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് കുഞ്ഞനന്ദൻ നായർ. അപ്പോൾ കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കുഞ്ഞനന്ദൻ നായരാണ്. അടുത്ത ചോദ്യം, പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ബാക്കിയം ഉള്ളവർ ഇതിനെ പഠിച്ചവർ ഏത് കൃതിയിലെ വരികളാണിവ? ഉത്തരം ഓപ്ഷൻ സി ആണ് മുഹിയുദ്ദീൻ മാല. പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ബാക്കിയം ഉള്ളവർ ഇതിനെ പഠിച്ചവർ മുഹിയുദ്ദീൻ മാലയിലെ വരികളാണിവ. അടുത്ത ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒരു ദേശത്തിൻ്റെ കഥ. അപ്പോൾ SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ.
അടുത്ത ചോദ്യം, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആർ പ്രജ്ഞാനന്ദ. ആർ പ്രജ്ഞാനന്ദയാണ് 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം. അടുത്ത ചോദ്യം, മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരള വന ഗവേഷണ കേന്ദ്രം. അപ്പോൾ കേരള വന ഗവേഷണ കേന്ദ്രമാണ് മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത്. മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 നടപ്പിലാക്കിയത് കേരള വന ഗവേഷണ കേന്ദ്രമാണ്. അടുത്ത ചോദ്യം നോക്കാം. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗിഗാബൈറ്റ്. അപ്പോൾ ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, ടെറാബൈറ്റ് എന്നാണ്. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഗിഗാബൈറ്റ്, അത് കഴിഞ്ഞ് ടെറാബൈറ്റ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി ആണ് 1, 3, 4 ഇവ മാത്രം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. എഡ്ജ് മൈക്രോസോഫ്റ്റ്, 3 മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, 4 ആൻഡ്രോയിഡ് ഗൂഗിൾ എന്നിവ ശരിയാണ്. അപ്പോൾ എഡ്ജ് ഉണ്ടാക്കിയത് മൈക്രോസോഫ്റ്റ് ആണ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റേതാണ്, ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റേത്. അപ്പോൾ എഡ്ജ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് CAN. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചേരാത്തത് CAN ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ടെലിഗ്രാം. അപ്പോൾ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവ. അപ്പോൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്. ടെലിഗ്രാം മെറ്റയുമായി ബന്ധമില്ലാത്ത കമ്പനിയാണ്. അടുത്ത ചോദ്യം, ഡീപ് ഫേക്ക് എന്നാൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ് വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡീപ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് സംസ്ഥാനത്തിലെ ഗവർണർ. അപ്പോൾ സംസ്ഥാനത്തിലെ ഗവർണറാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആണ് നിസ്വാർത്ഥ സേവനങ്ങൾ. അപ്പോൾ നിസ്വാർത്ഥ സേവനങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ് ഗതാഗതം, വാർത്താ വിതരണം, ഇൻഷുറൻസ് എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ് പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രി സമർപ്പിക്കുക. ഇതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത്. അപ്പോൾ പട്ടികവർഗ ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടന പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. പട്ടികവർഗക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഉപദേശം നൽകുകയും ചെയ്യുക. അപ്പോൾ പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനമാണ് ഭരണഘടന പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. അടുത്ത ചോദ്യം, ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. അപ്പോൾ മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം ഒക്കെയാണ് ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ. ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങളാണ് മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം എന്നിവ. അടുത്ത ചോദ്യം, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ ആണ് 2012. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ എ ആണ് രേഖാ ശർമ്മ. അപ്പോൾ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ.
ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖ ശർമ്മ. അടുത്ത ചോദ്യം, 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 15%. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം 15 ആണ്. അടുത്ത ചോദ്യം, 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 138. അപ്പോൾ ചേർത്ത സംഖ്യ 138 ആണ്. അടുത്ത ചോദ്യം, ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2 മണിക്കൂർ 15 മിനിറ്റ്. അപ്പോൾ 2 പൈപ്പുകൾ ഉപയോഗിക്കുമ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയുവാൻ കഴിയും. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 1. അപ്പോൾ കെയുടെ വില 1 ആണ്. അടുത്ത ചോദ്യം, എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കുവാൻ എത്ര ദിവസം എടുക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ് 30 ദിവസം. അപ്പോൾ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ 30 ദിവസം എടുക്കും. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 3342. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏതു ദിശയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് തെക്ക്. ഇപ്പോൾ രാജു തെക്ക് ദിശയിലാണ് യാത്ര ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ZRUOG. അപ്പോൾ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് ZRUOG എന്നാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 19. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ പദം 19 ആണ്. അടുത്ത ചോദ്യം, എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവൈഡ് ബൈ എന്ന ചിഹ്നത്തെയും ഡി ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A 12C 6D 2B എത്ര സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് 17. തന്നിരിക്കുന്നതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 17 ആണ്. അടുത്ത ചോദ്യം, ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഹാസ്. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ് എന്നാണ്. അടുത്ത ചോദ്യം, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഷാൽ വി. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഷാൽ വി. അടുത്ത ചോദ്യം, ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സേയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹീ സേയ്സ് ദാറ്റ് ഹീസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹീ സേയ്സ് ദാറ്റ് ഹീസ് അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ്. അടുത്ത ചോദ്യം, ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഉത്തരം ഓപ്ഷൻ സി ആണ് ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. അടുത്ത ചോദ്യം, ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2. ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ് എന്നാണ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രൊപ്രൈറ്റി. PROPRIETY എന്നാണ്. അടുത്ത ചോദ്യം, ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ്. ഉത്തരം ഓപ്ഷൻ സി ആണ് സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ എന്നതിൻ്റെ മീനിങ് സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്നാണ്. അടുത്ത ചോദ്യം, ദ ഡാഷ് ഓഫ് വൂൾസ് ഹൗൾഡ് അറ്റ് ദ മൂൺ. ഉത്തരം ഓപ്ഷൻ എ ആണ് പാക്ക്. ദ പാക്ക് ഓഫ് മൂൺസ് ഹൗൾഡ് അറ്റ് ദ മൂൺ. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ അമെൻമെൻറ്റ്. ഉത്തരം ഓപ്ഷൻ സി ആണ് മോഡിഫിക്കേഷൻ. അപ്പോൾ അമെൻമെൻറ്റിൻ്റെ സിനോണിമാണ് മോഡിഫിക്കേഷൻ. 90ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ഡെഫിസിറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് സർപ്ലസ്. അപ്പോൾ ഡെഫിസിറ്റിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റാണ് സർപ്ലസ്. അടുത്ത ചോദ്യം, അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഉത്തരം ഓപ്ഷൻ എ ആണ് സന്തതിയില്ലാത്തവൻ. അപ്പോൾ അനപത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ എന്നാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കവയിത്രി എന്നത്
ശരിയായ പദമാണ്. കവയിത്രിയാണ് ശരിയായ പദം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ സലിംഗ ബഹുവചനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് പുരുഷന്മാർ. അപ്പോൾ പുരുഷന്മാർ എന്നതാണ് സലിംഗ ബഹുവചനം. അടുത്ത ചോദ്യം, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ചുരുക്കി പറയുക. ശ്ലോകത്തിൽ പറയുക എന്ന ശൈലിയുടെ അർത്ഥം ചുരുക്കി പറയുക എന്നാണ്. 95-ാമത്തെ ചോദ്യം, പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ ബി ആണ് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. പിഞ്ഞാണ വർണ്ണം വിഗ്രഹിച്ചെഴുതുമ്പോൾ പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. 96-ാമത്തെ ചോദ്യം, പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ എ ആണ് അണയ്ക്കുക. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക എന്നാണ്. 97-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ് അശ്വത്ഥമാവ്. ദ്രൗണി അശ്വത്ഥമാവാണ് ദ്രൗണി. അടുത്ത ചോദ്യം, ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ സി ആണ് ചിത്ത് അധികം മുദ്ര. ചിന്മുദ്ര പിരിച്ചെഴുതുന്നത് ചിത്ത് അധികം മുദ്ര എന്നാണ്. അടുത്ത ചോദ്യം, കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് AR രാജരാജവർമ്മ. കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. അപ്പോൾ AR രാജരാജവർമ്മയാണ് കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ അക്ഷരത്തിലുള്ള വാക്ക് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് വിശ്വസ്തൻ. ഇപ്പോൾ ശരിയായിട്ടുള്ള വാക്കുകളിൽ വിശിഷ്ടൻ, ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ എന്നിവ. അപ്പോൾ അക്ഷരത്തിലുള്ള വാക്കാണ് ഓപ്ഷൻ എ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.